നമുക്ക് ഗ്രാമങ്ങളും ചന്ദന പാർക്ക് എന്നിട്ട് അതിരാവിലെ എണീറ്റ് മുന്തിരിവളികൾ തളർത്തുന്നു മാതളം പൂത്തുന്നു നോക്കാം. അവിടെ വെച്ച് ഞാൻ എന്റെ ഹൃദയം കൈമാറും. എന്നിട്ട് ബാക്കി പറ ബാക്കി പറ. ആയി ലയിച്ചു. അതല്ല ലയിച്ചു. അത് കൂട്ടത്തിലെ കോഴിത്തരാർക്ക അങ്ങനത്തെ ഒരു ആ ഒരു ലെവലിലേക്ക് പോണ ആളല്ല. ഇങ്ങനെ മരം ചുറ്റി പ്രേമം അതിനുള്ള സമയമില്ല. മനസ്സിലും ആൾക്ക് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. ഞാനാണ് പിന്നെയും കേറി എങ്കില് എന്നോട് പറ ഐ ലവ് യു. ഇതെന്തോന്ന് ഐ ലവ് യു ഇങ്ങനെ പറ. അങ്ങനെയല്ല. ഓക്കെ എന്നെ കെട്ടിപ്പിടിച്ചു ഐ ലവ് യു. അവിടെ ആള് പോയി ആളഞ്ചലി. അങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ബെസ്റ്റ് റെഫറൻസ് അല്ലെങ്കിൽ ഒരു ലോ പോയിന്റ് ഏതായിരിക്കും? assaulting the modesty of women. section എനിക്ക് അറിയത്തില്ല. പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് മിക്കവാറും എനിക്ക് സീരിയൽ കഴിഞ്ഞിറങ്ങി എനിക്ക് സീരിയലിൽ വാണിജ്യതാവൂല്ലേ? ആ ഒരു അതല്ലേ ലേഡി സൂപ്പർ സ്റ്റാർ. ഒട്ടേറെ ഹിറ്റ് സീരിയലുകൾ സമ്മാനിച്ചിട്ടുള്ള സീരിയലുകളുടെ ഏറ്റവുമായിട്ടുള്ള ഏഷ്യാനെറ്റിൽ നിന്ന് പുതിയ സീരിയൽ കൂടി എത്തുകയാണ് ഹിറ്റ് ചാറ്റിൽ ഇടം പിടിക്കാൻ വേണ്ടിയിട്ട്. സുവിശേഷമായിട്ട് കൂടെയുണ്ട് കൗശിക് ആൻഡ് പാർവതി. നമസ്കാരം. അഡ്വക്കേറ്റ്. അപ്പൊ എന്തായാലും പാർവതിന്ന് അഞ്ജലിയിലേക്ക് പോകുന്നതിനേക്കാളും എനിക്ക് കുറെ കൂടി പറയാൻ ഉള്ളത് വക്കീൽ പരിവേഷത്തിൽ മാറാണ്. അതിൽ പറഞ്ഞ പോലെ ഒരു ഇടവേളയ്ക്ക് ശേഷം എത്തുകയാണ്. നിയമങ്ങളെ അല്ലെ പഠിപ്പിക്കാനും മനസ്സിലാക്കാനും ഭീഷണിപ്പെടുത്താനും ഒക്കെ ആയിട്ട് എത്തുകയാണ്. അപ്പോ അതെന്നെ പറഞ്ഞു കൊടുക്കട്ടെ, വക്കീൽ കുപ്പായം എങ്ങനെയുണ്ട്? ഈസിയാണോ? ഈസിയാണ് അല്ല, ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. കാരണം അറിയാലോ, അഡ്വക്കേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ലോസ് പരമായിട്ട് നമ്മളും കുറെയൊക്കെ പഠിച്ചിരിക്കണം. അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ടല്ലോ. സാർ ആണെങ്കിലും കുറെ ഇതിന് പിന്നിൽ കുറെ കാര്യങ്ങൾ റെഫർ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഈ സാധനം ഈ ഒരു കണ്ടന്റ് പുറത്തിട്ട് വിടാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് പിന്നിൽ കുറെ സ്ട്രഗിൾ ഉണ്ട്. പക്ഷെ ആ സ്ട്രഗിളും ഇത്രത്തോളം കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള സ്ട്രഗിൾ കുറയ്ക്കുന്ന ഒരാൾ കൂടിയുണ്ട് അല്ലേ? അഡ്വക്കേറ്റ് അനു. നിങ്ങളെല്ലാം അറിയുന്നവല്ലേ? കൂട്ടത്തില് ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. അഡ്വക്കേറ്റ് അനൂപ് എന്നുള്ള പേരും വ്യക്തിയും കൂടി ഉള്ളതുകൊണ്ട് തന്നെ എത്രത്തോളം, കാരണം ഈ കാര്യം നമ്മളൊരു ഒരു ഏകദേശം ഊഹം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ സ്ക്രിപ്റ്റിൽ നിന്ന് മാത്രമല്ല നമ്മൾ പ്രസന്റ് ചെയ്യുന്ന രീതിയിലും ഒക്കെ ഇതുണ്ടായിരിക്കും. അപ്പൊ എല്ലാ അർത്ഥത്തിലും വാക്കുകളും നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഒരു വക്കീലാണ്. അപ്പൊ ഇങ്ങനെ ഒരാൾ കൂടി ഉണ്ടെന്ന് പറയുന്ന സാധനം ഭയങ്കര സപ്പോർട്ടീവാ. കാരണം എന്റെ സ്ട്രെങ്ത് എന്ന് പറയാൻ തന്നെ പുള്ളിയാണ്. അപ്പം ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പോ തന്നെ ചെയ്യണം എന്ന് ഏറ്റവും കൂടുതൽ എന്നെക്കാട്ടിയും ആഗ്രഹിച്ചതും എന്റെ അടുത്ത് പറഞ്ഞതും അനുപേട്ടൻ തന്നെയാണ്. പ്രൊഫഷൻ വൈസ് പുള്ളി അഡ്വക്കേറ്റ് അല്ലേ, ഞാൻ ഇങ്ങനെയാണ്, അപ്പൊ നീ കുറച്ച് അനുഭവിച്ചോ. ശരിക്കും ഇപ്പൊ ഈ വേഷം വരുന്നേക്കാളും മുമ്പ് കണ്ടിട്ടുണ്ട് ആക്ച്വലി വക്കീലിന്റെ ഒരു സ്ട്രഗിളും അല്ലെങ്കിൽ അവരുടെ ലൈഫ്. എന്റെ പാർട്ട്ണർ തന്നെ അഡ്വക്കേറ്റ് ആണ്. അപ്പൊ ഞങ്ങളിപ്പോ 2.5-3 years ആവാറായി. അപ്പൊ ആ ടൈം തന്നെ കാണുകയാണല്ലോ. അതെ. അപ്പൊ ശരിക്കും അതിന്റെ ഇതറിയാം. ഈ വേഷം വന്നപ്പോ ആദ്യം പറഞ്ഞതും അനുവേട്ടനോടായിരുന്നു. ഞാൻ പറഞ്ഞു, പുള്ളിയാണ്, ഞാൻ പറഞ്ഞേ, പുള്ളിയാണ് എന്നെ സപ്പോർട്ട് ചെയ്തത് ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ വിളിച്ചു ചോദിക്കും കറക്റ്റ് ആണോ എന്നുള്ള സംഭവം. കാരണം എനിക്ക് പേടിയാണ് ഓരോ സാധനങ്ങൾ പറയുമ്പോൾ. സാർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. സാർ ഇല്ലാത്ത സമയത്താണ് നമ്മളിപ്പോ പ്രൊമോസ് ആണെങ്കിലും അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ പ്രസൻസ് ആരും ഇല്ലല്ലോ പറഞ്ഞു തരാനായിട്ട്. അങ്ങനെ പറയുമ്പോൾ വിളിച്ചു ചോദിക്കും കറക്റ്റ് ആണോ എന്നൊക്കെ ചോദിക്കും. ലോയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. അങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ബെസ്റ്റ് റെഫറൻസ് അല്ലെങ്കിൽ ഒരു ലോ പോയിന്റ് ഏതായിരിക്കും? assaulting the modesty of women. section എനിക്ക് അറിയത്തില്ല. പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. assaulting the modesty of women. അപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പോ പലപ്പോഴും ക്യാരക്ടറുകൾ, പ്രത്യേകിച്ച് സീരിയലുകളിൽ കുറച്ചൊരു ലെങ്ത് പേരുകളായിരിക്കും. അതല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന്റെ പേര് വെച്ചിട്ട് സീരിയലിന്റെ ടൈറ്റിൽ വരുന്നത് ഭയങ്കര റെയറാണ്. അപ്പോൾ അത്തരത്തിൽ ഇപ്പൊ നമ്മള് DTIPS ഒക്കെ ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷെ സീരിയൽ പരസ്പരമാണ്, ആ പേരിലല്ല ടൈറ്റിൽ വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് ക്യാരക്ടറിന് ടൈറ്റിൽ ഇടുന്ന ഒരു വിജയ് പടം വരുന്ന പോലെ ഒരു ഫീൽ ഒക്കെ പരിപാടിയൊക്കെ കിട്ടുന്നുണ്ട്. പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇറ്റ് വാസ് വൺ ഓഫ് മൈ ഡ്രീം. അപ്പൊ അങ്ങനെ ഒരു ടൈറ്റിൽ ക്യാരക്ടർ കിട്ടുക, അതും ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റി ഏഷ്യാനെറ്റിലൂടെ കിട്ടുന്നു. ജനാർദ്ദനൻ സാറിന്റെ പ്രോജക്ട്, അതാണ് എനിക്ക് ഏറ്റവും മെയിൻ ആയിട്ട് പറയാനുള്ളത്. സാറിന്റെ പ്രോജക്ട് ആയതുകൊണ്ടാണ്. കാരണം അതിന് പരം ഭാഗ്യം വരെ കിട്ടാനില്ല. കാരണം നമ്മുടെ ഡയറക്ടേഴ്സ് ലിസ്റ്റിൽ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ട് നിൽക്കുന്ന ആളാണ് സാർ. സാറിന്റെ തന്നെ ഇതിപ്പോ 10th പ്രോജക്റ്റ് ആണ് ഏഷ്യാനെറ്റിന്.
അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയി സാറിലൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയാൻ ഭയങ്കര ഭാഗ്യവാൻ നിൽക്കുന്നു. ആൻഡ് അഡ്വക്കേറ്റ് അഞ്ജലി ഇവിടെ ഇരിപ്പുണ്ട്. അഡ്വക്കേറ്റ് അഞ്ജലിക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണോ അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ വരുന്ന ആളാണോ? പറയൂ, കേൾക്കട്ടെ വിശേഷങ്ങൾ. പരിഹരിക്കാൻ വരുന്ന ആളാണ്. അഞ്ജലിക്ക് കുറച്ച് പ്രശ്നമായിട്ട് മാറും. അതെ, കാരണം ആൾക്ക് അങ്ങനത്തെ ഒരു ആ ഒരു ലെവലിലേക്ക് പോണ ആളല്ല. ഇങ്ങനെ മരഞ്ചുറ്റി പ്രേമം അതിനുള്ള സമയമില്ല. മനസ്സിലും ആൾക്ക് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. ഞാനാണ് പിന്നെയും കേറി പരിപാടി ഉള്ളത്. ഇവിടെ കുറച്ച് റഫ് ആൻഡ് ടഫ് ആണ്. അതെ അതെ, ആള് കുറച്ച് ബോൾഡാണല്ലോ. ഞാൻ ചെന്ന് ആളെ കയറി പൈങ്കിളി പരിപാടിയൊക്കെ ഏറ്റ് ചെന്ന് ഒന്ന് ശല്യപ്പെടുത്തുന്ന സ്വഭാവമൊക്കെയാണ്. ആൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്ന സമയത്ത് തന്നെ എന്നുള്ള രീതിയിലേക്ക് പ്രൊമോയിലൂടെയും അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ആള് കുറച്ചൊരു പ്രാരാബ്ദ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണ്. വീടിന്റെ എല്ലാ രീതിയിലും ഷോർട്ടിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അതിപ്പോ വക്കീൽ പരിപാടി ഉണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വായിൽ ജനിക്കുമ്പോൾ തന്നെ വെളിക്കറിന്റെ പ്രശ്നമില്ലാത്ത ഒരാളാണ്. അപ്പൊ ഈ സിറ്റുവേഷൻസ് നമ്മൾ ശരിക്കും നമ്മുടെ ഒരു ആക്ടിങ്ങിലൂടെയും അല്ലെങ്കിൽ മാനേജ് കൃത്യമായിട്ട് വരേണ്ട ഒരു സമയം കൂടി ഉണ്ട്. അപ്പൊ ഇതെങ്ങനെ ഡീലിംഗ് എങ്ങനെ ശരിക്കും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായില് വെള്ളിക്കന്റെ ആയിട്ട് ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആള് ജനിച്ച് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ വക്കീൽ പരീക്ഷയൊക്കെ പാസ്സായി നിക്കണ ആളാണ്. പക്ഷെ ആളുടെ താല്പര്യം അങ്ങനെയല്ല. ആളുടെ വരുമാനം ആള് തന്നെ കണ്ടെത്തി. അതായത് ഓർഗാനിക് കൃഷി, ഈ പറഞ്ഞ പോലെ വണ്ടി കച്ചവടം, കുറച്ച് വണ്ടി പ്രാന്ത്. ആ പ്രാന്തുള്ള ഒരു വണ്ടിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആ രീതിയിൽ സ്വന്തം കാര്യം സ്വന്തമായിട്ട് നോക്കി കൊണ്ടോണം. ഇവിടത്തെ അവര് പറയണത് അച്ഛനമ്മ ചേട്ടന്മാര് പറയണ അങ്ങനെ കേട്ട് അവരുടെ വഴിക്ക് പോണ ഒരു മോനല്ല. ഓക്കെ. അപ്പൊ എന്താ രണ്ടുപേരും മനസ്സിലാക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര ധാരണ ഉണ്ട് എന്നുള്ളത് ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, ധാരണയാണോ അന്തർധാര സജീവമാണെന്നുള്ളത് നമുക്ക് എന്തായാലും സീരിയലിൽ വന്നുകൊണ്ട് തന്നെ ഒരാൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്, ഒരാൾ ഇവിടെ ഉണ്ട്. അപ്പൊ രണ്ടുപേരും കണക്ട് ചെയ്തിരിക്കാൻ പറ്റുന്ന ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. പെട്ടെന്ന് നോക്കി ഉത്തരം പറയണം ആരാന്നുള്ളത്. ഓക്കെ, യെസ്. ഓക്കെ, ഏറ്റവും പെട്ടെന്ന് സ്പോട്ടില് ഡയലോഗ് ഓടിച്ച് പറയുന്ന ആൾ അഞ്ജലിയാണ്. ആണ്. എക്സ്പീരിയൻസിന് കൊണ്ടാണോ? ഒരുപക്ഷെ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് വരണ്ടല്ലേ. എനിക്കും പേടിയുണ്ട്. പക്ഷെ ഞാൻ അവിടെ സ്പോട്ടില് പെട്ടെന്ന് മറ്റേ സീരിയലിലെ പൃഥ്വിരാജാണ്. പക്ഷെ നോർമലി നമുക്ക് പ്രോംപ്റ്റിംഗ് അവിടെ തരുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ധാരണ നമുക്ക് ചിലപ്പോൾ വെക്കും കൂടി ഉണ്ടല്ലോ. ക്യാച്ച് ചെയ്ത് പറ്റണം കൂടി വേണമല്ലോ. യെസ്. ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അറിയാലോ, തുടക്കക്കാരന്റെ എന്നാലും ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ഞാനാണ്. ഇവിടെയാണ്. ഓക്കെ, യെസ്. ആൻഡ് ഇയാൾക്ക് അഭിനയത്തെക്കാൾ കൂടുതൽ ശ്രദ്ധ ഫുഡിലാണ്, ലൊക്കേഷൻ ഫുഡിലാണ്. ആരായിരിക്കും? ലൊക്കേഷൻ ഫുഡ് കഴിക്കാറുണ്ട്. ഇടയ്ക്ക് ഞങ്ങളിപ്പോ മറ്റേ എല്ലാരും കൂടെ പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കാം. അങ്ങനെ ഫുഡീസ് ആണ്. പക്ഷെ ഇപ്പൊ നമുക്ക് ഉണ്ടാവും ഇപ്പൊ ഷൂട്ടിന് വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ നമ്മള് ഫോർമേഷൻ എന്ന് പറഞ്ഞാലും ലൊക്കേഷൻ ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം പറയും. ഒരുമിച്ച് എല്ലാരും കൂടി വരുന്നു. ചിലപ്പോൾ വലിയ മെനു ഒന്നും ആയിരിക്കില്ല, പക്ഷെ കഴിക്കുന്നതിന്റെ ഒരു ഫീൽ വേറെ തന്നെയാണ്. കാരണം നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് എല്ലാ ഫ്രണ്ട്സും കൂടി ഇത് ഞങ്ങൾക്ക് സ്കൂളാണ്. ആ ഒരു ലൈഫ് തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് ഇവിടെ വരും. നമ്മൾ കുറെ സ്കൂളുകൾ മാറി വന്നിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ആദ്യ വിദ്യാലയമാണ്, ഗുരുകുലമാണ്. കൊറേ അവിടെ ആണെങ്കിൽ വേറെ ആൾക്കാരല്ലേ, ഇവിടെയും വേറെ ആൾക്കാരല്ലേ. അപ്പൊ ഒത്തിരി കുറെ നല്ല മനുഷ്യന്മാര്, നല്ല വർത്താനങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിക്കുക. ശരിക്കും ഒന്ന് വീണ്ടും ഒരു സ്കൂളിൽ പോയി പോലെ ഒരു റീയൂണിയൻ പരിപാടി പോലെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. യെസ്. ആൻഡ് ടെലികാസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് അമ്മമാരുടെ കണ്ണിലുണ്ട് ഇതിലാരായിരിക്കും? അർജുനായിരിക്കും. കാരണം പാവാണോ? പാവാണ് പുള്ളിയുടെ ക്യാരക്ടർ. പാവാണെന്ന് വെച്ചാൽ കൊറേ കൗശിക്കിന്റെ അല്ലോ ഇവിടെ അതായത് ലൊക്കേഷനിൽ വഴക്കേക്കുന്നത് റിയലി സീരിയലോട്ട് വരുമ്പോ പറയും ആക്ടറാണ്. ഇപ്പം ലൈക്ക് കുറെ ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അമ്മമാരുടെ ഒക്കെ കണ്ണിലൂടെ ചോക്ലേറ്റ് ബോയ് ഒക്കെ ആ സൈഡ് നോക്കുമ്പോ. പക്ഷെ ഞാൻ പറയണെന്നുണ്ടെങ്കിൽ ആള് എല്ലാവരിൽ നിന്ന് രക്ഷിച്ച് സമൂഹത്തിന് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സൈഡിൽ നോക്കുമ്പോ അങ്ങനെ ചിന്തിക്കണം. ഇങ്ങനെ പറയോ ആ എന്തൊരു പാവം മോന, ആ കൊച്ചിനൊന്നും മര്യാദയ്ക്ക് സംസാരിച്ചൂടെ, ഒരു പാവം പോലെ സംസാരിച്ചൂടെ എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് ഏറ്റവും കൂടുതൽ ടേക്ക് പോണത് ഞാനും പോവാറുണ്ട്. അതിപ്പോ ഈവൻ ഡയലോഗ് കൊണ്ട് മാത്രമല്ല, ഇപ്പൊ ടേക്ക് നമുക്ക് പല രീതിയിലേക്ക് ആവുമല്ലോ. അപ്പൊ ആ രീതിയിൽ ആരായിരിക്കും കൂടുതൽ? എന്റെ ഇപ്പൊ ഫൈറ്റ് സീക്വൻസ് ഉണ്ടായിരുന്നു. ആ സീക്വൻസ് എടുത്തപ്പോ തന്നെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു ദിവസത്തിന്റെ പകുതിയോളം ഞങ്ങൾ അത് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ അത്രയും കാരണം കുറേ സാധനങ്ങളുണ്ടല്ലോ, ഒത്തിരി ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് കരാട്ടെ ഒന്നും അറിയത്തില്ല. ഇതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഒരു ഫൈറ്റ് പോലെ പഠിച്ചിട്ട് തലേ ദിവസം പഠിച്ചു. പ്രാക്ടീസിന്റെ കുറവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എടുത്ത് ചെയ്യുമ്പോഴത്തേക്കും ഇതിപ്പോ ക്യാരക്ടർ വൈസ് അഞ്ജലി കരാട്ടെയാണ്, പക്ഷെ ശരിക്കും എനിക്ക് എന്റെ ABCD അറിയത്തില്ല. അത്രയും എഫേർട്ട് ഇട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനനുസരിച്ച് ടേക്ക് കാര്യങ്ങളും ചെയ്യാറുണ്ട്. നേരത്തിന് സെറ്റിൽ എത്താത്തതാണ് അങ്ങനെ
ചോദിച്ചാൽ ക്രൂവിനൊപ്പം ഒരുമിച്ച് വരുന്നുണ്ട് അങ്ങനെ എത്തണം നിർബന്ധമാണോ? നമ്മൾ രണ്ടുപേരും ആ കാര്യത്തിൽ പക്കായാണ്. ഓക്കെ ആ കറക്റ്റ് വണ്ടി വരും, കറക്റ്റ് വരും, വണ്ടി കറക്റ്റ് വന്ന് വിളിക്കുന്നു. ഓക്കെ ഉണ്ട്. കൂട്ടത്തിലെ കോഴിത്തരാർക്ക ഇങ്ങനെ അതായത് ചോദ്യം കഴിഞ്ഞിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല, അതിന് മുമ്പേ ഉത്തരം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയുണ്ട്? അതെനിക്ക് തോന്നുന്നു മറ്റേ ആക്ടർ അല്ല, അത് റിയൽ ആണ്. അറിയാലോ, അഭിനയിക്കണ്ട. ആ സീരിയൽ വൈസ് ആണെങ്കിലും അഞ്ജലി അടുത്ത് കുറെ കൊഴുത്തരൊക്കെ ഉണ്ട്. ഓക്കെ ആ അഭിനയിക്കണ്ട. എനിക്ക് തോന്നുന്ന ഈ കാസ്റ്റിംഗ് പെർഫെക്റ്റ് ആണല്ലേ? casting ആണ്. എനിക്ക് തോന്നുന്നു വന്ന് ഓഡീഷൻ വന്നു കഴിഞ്ഞിട്ട് ഇതാണ് ക്യാരക്ടർ, ഒരു 5 മിനിറ്റ് കൗശികയോട് സംസാരിക്കും, ഓക്കെ ഫിക്സ്. നീ അഭിനയിക്കണ്ട, നീ ജീവിച്ചാ അതെ, കാരണം ബുദ്ധിമുട്ടില്ല. ഈ പലപ്പോഴും നമ്മൾ ഇപ്പൊ നേരത്തെ കരാട്ട കേസ് പറഞ്ഞോണ്ടിരുന്നു, ഇപ്പൊ നമ്മൾ സിനിമകളിലോട്ടൊക്കെ വരുന്ന സമയത്ത് ഇന്ന സാധനം ട്രെയിൻ ചെയ്യണം, അത് ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്നുള്ളത് മാത്രമല്ല എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവുമെന്ന് പറയും. സീരിയലോട്ട് വരുമ്പോൾ എങ്ങനെ നോക്കി കാണുന്നത് ശരിക്കും? ഇത് നമുക്ക് അതിനെ കുറിച്ച് ധാരണ വേണോ, അല്ലെങ്കിൽ നമ്മൾ ട്രെയിൻഡ് ആയിരിക്കണോ, എത്രത്തോളം പോകണം? ഇല്ല ചേട്ടാ, ഇത് ഡിപ്പെൻസ് ആണ്. കാരണം ഇപ്പൊ ഞാനിപ്പോ ചെയ്യുന്ന ക്യാരക്ടറിനെ കുറിച്ച് അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞിരിക്കണം. ഇതിപ്പോ അഞ്ജലിയുടെ ക്യാരക്ടർ ഞാൻ പറഞ്ഞ പോലെ അഡ്വക്കേറ്റ് ആണ്. എന്തെങ്കിലും ലോ, എന്തെങ്കിലും ഒരു സാധനം ഇപ്പൊ ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ അത് പുറത്തുള്ള ആൾക്കാർക്കും കൂടെ ഉള്ള മെസ്സേജ് ആണ്. തെറ്റാണെങ്കിൽ അവിടെയും തെറ്റ് ആയിപ്പോ. എന്തെങ്കിലും കുറച്ച് ബേസിക് ആയിട്ട് എനിക്ക് അറിഞ്ഞിരുന്ന കുറച്ച് ബെനിഫിറ്റ് ഉണ്ടാവും എന്റെ ക്യാരക്ടർ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാ മനുഷ്യന്മാർക്കും എല്ലാം പഠിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല. ഈ പലപ്പോഴും നമ്മൾ ക്യാരക്ടർ ആയിരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇതുപോലെ കുറച്ച് എടുക്കുന്ന കുറച്ച് സീരിയസ് വേഷങ്ങൾ, പോലീസ് ഓഫീസേഴ്സ് ഒക്കെ ആകുമ്പോൾ ഇത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും എവിടേക്കുള്ളിൽ പോലീസ് എന്ന് പറയും. അത്തരത്തിൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഈ പറഞ്ഞ ഡയലോഗ് ഡെലിവറിയിൽ എവിടെയെങ്കിലും ഇത് കൊള്ളാറ് ഞാൻ വല്ല വക്കീൽ പണിക്ക് പോയി തോന്നിയൊരു മൊമെന്റ് ഉണ്ടോ? അതായത് കൗശിക് അല്ല, അർജുന്റെ ഫാദർ ആയിട്ടൊരു പുള്ളിയാണ് എന്റെ ഓപ്പോസിറ്റ്. ശിവജി ഗുരുവായൂർ സാറാണ്. അപ്പം സാർ ഓപ്പോസിറ്റ് വരുന്നത്. അപ്പൊ സാറും ഞാൻ ഫുൾ ജഗടയാ. പുള്ളിയുടെ അടുത്ത് എന്തൊക്കെയോ പറയുമ്പോ അതൊരു പെൺകുട്ടിയുടെ ബേസിൽ വരുന്ന ഒരു സാധനമാണ്. ആ ഒരു ബേസിൽ അഞ്ജലി എടുക്കുന്ന ഒരു കേസ് അങ്ങനെയാണ്. അങ്ങനെ ഒരു സാധനം. അപ്പൊ പുള്ളിയോട് പറയുമ്പോഴത്തേക്കും ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് വേറൊരു പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കുകയല്ലേ. അതൊരു അഡ്വക്കേറ്റ് ഫോമിലാവുമ്പോ ഞാൻ ഇങ്ങനെ സംസാരിക്കും, കൊള്ളാലോ മറ്റേ സ്ഥലം ജയറാമിന്റെ കാരണം നമ്മൾ ഒരാളുടെ അടുത്ത് റേസ് ചെയ്തൊക്കെ സംസാരിക്കുമ്പോ ഇതൊന്നും പോയി വേറൊരാളുടെ അടുത്ത് പറയാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് അത് തീർക്കാൻ പറ്റും. ഇവിടെ ബേൺ ചെയ്യാൻ ചെയ്ത് കൊടുക്കുക ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു അങ്ങനെ തോട്ട് വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി ആ സംഭവം വരും. ഈ ശരിക്കും ഈ വിളി ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ കൗശിക് അർജുൻ ഈ മാറി വരുന്നുണ്ട്. അപ്പൊ ഈ ശരിക്കും ഈ വിളി തന്നെ അർജുൻ മാറ്റിയിട്ടുണ്ടോ, അർജുൻ അഞ്ജലി മാറ്റിയിട്ടുണ്ടോ, അതോ നിങ്ങൾ എല്ലാവരും അഞ്ജലി അർജുൻ തന്നെയാ വിളിക്കുന്നത് ഇവിടെ ഫുള്ള്? പിന്നെ അങ്ങനെ കൗശിക് ആരും വിളിക്കാറില്ല, പാർവതി വിളി കുറവാണ്. ശരിക്കും ഈ കോ ആർട്ടിസ്റ്റ് റോൾ ആണെങ്കിൽ ഇത്രയധികം പേരുണ്ട്. നമ്മൾ ശരിക്കും ആ ക്യാരക്ടർ പേരിൽ തന്നെ സെറ്റിലും കൂടി ഇപ്പൊ ഓൺ സ്ക്രീൻ മാത്രമല്ല ടേക്ക് ഇല്ലാത്ത സമയത്താണെങ്കിൽ പോലും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന എത്രത്തോളം ഗുണം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ക്യാരക്ടറായിട്ട് തന്നെ നിൽക്കുക എന്നുള്ള സംഭവം അങ്ങനെയല്ല. ഇപ്പൊ നമ്മളിപ്പോ അഞ്ജലിയായിട്ട് തന്നെ അങ്ങനെയല്ല, ഷോർട്ട് സമയത്ത് അഞ്ജലിയാണ്, അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവരും അങ്ങനെയാ കാണുന്നത്. ഒരു സെറ്റിൽ വരുമ്പോ നമ്മൾ ക്യാരക്ടർ ആയിട്ടാണല്ലോ പൊതുവെ എല്ലാവരും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. കൂടെ ഉള്ള കോ ആർട്ടിസ്റ്റ് ആണെങ്കിലും എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. ക്യാരക്ടർ വൈസ് ആണെങ്കിലും സ്ക്രീൻ ടൈം ആണെങ്കിലും എല്ലാവരും ഭയങ്കര കമ്പനിയാണ്, കംഫർട്ടബിൾ ആണ് നമുക്ക് വർക്ക് ചെയ്യാൻ. ഇപ്പൊ ശിവജി സാർ ആണെങ്കിലും എന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന രമ്യ ചേച്ചിയാണെങ്കിലും നമുക്ക് കുറെ കംഫർട്ടബിൾ ആണ്. പറഞ്ഞു തരും ഓൺ ദി സ്പോട്ട്, ഇങ്ങനെയല്ല കുറച്ച് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. അവരൊക്കെ പറഞ്ഞു തരുമ്പോ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ്. അങ്ങനെയാണ് എല്ലാവരും ഫാമിലി പോലെ. ക്യാരക്ടർ വൈസ് ആണെങ്കിലും ഓൺ സ്ക്രീൻ ആണെങ്കിലും ഓഫ് സ്ക്രീൻ ആണെങ്കിലും. ഇനി ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും പ്രഷർ കാത്തിരിക്കുന്നുണ്ട്. ആ കാത്തിരിപ്പിനോടൊപ്പം തന്നെ നിങ്ങൾക്കുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ സീരിയലിൽ നിങ്ങൾ ഈ സീൻ വരുമ്പോ കാണാൻ തോന്നിപ്പിക്കുന്ന ഒരു സീൻ ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? എന്റെ ഫൈറ്റ് സീക്വൻസ് ആയിരിക്കും. കാരണം ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ട് ചെയ്ത വേറൊരു കാരണം അതിനാ ഒരു ആ സീക്വൻസിന് ശേഷം ഹെൽത്ത് വൈസ് ഭയങ്കര വീക്കായി പോയി. അതായത് അത് ചെയ്യുന്ന ടൈമും ഞാൻ വീക്കായിരുന്നു. ബെഡ് റെസ്റ്റ് ആയിരുന്നു, പനിയൊക്കെ ആയിട്ട് കുറച്ച് പ്രശ്നമായിരുന്നു. ഒറ്റ ദിവസം പ്രാക്ടീസ് ചെയ്തേ ആ ഒരു സീക്വൻസ് ഒരു ദിവസം. സാറിന്റെ സണ്ണിലോ ഉണ്ട്, ചേട്ടനും ഭൂമി ചേച്ചിയുമാണ് പഠിപ്പിച്ചു തന്നത്. അവരാണ് കൊറിയോഗ്രാഫേഴ്സ് വരുന്നത്. അപ്പൊ അവര് തന്നെ കണ്ടിട്ടുണ്ടോ, നീ എങ്ങനെ ചെയ്യും, അത്രയ്ക്ക് വോമിറ്റിങ്ങും അങ്ങനെയായിരുന്നു ഭയങ്കര പ്രശ്നം. പിറ്റേ ദിവസം ഷൂട്ടാണ്. ഷൂട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കിൽ കുറച്ച് പെയിനായി, ബാക്ക് ബോൺ അങ്ങനെ പെയിനായി, പിന്നെ കാലിൽ ഞരമ്പിന് കുറച്ച് പ്രശ്നമായി. അപ്പൊ ഞാൻ ഇത് കഴിഞ്ഞ് നേരെ തടവാനാ പോകുന്നത്. അപ്പൊ അത്രയും എഫേർട്ട് ഇട്ട് ചെയ്യുമ്പോ, കാരണം എനിക്ക് പേടിയാ അത് കറക്റ്റ് ആയിട്ട് ഉണ്ടാവും. കാരണം നമുക്ക് വയ്യാണ്ടിരിക്കുമ്പോ നമ്മൾ സാധനം ചെയ്യുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കാൻ ലൈഫില് ഞാൻ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു സംഭവം ഒരു ഫൈറ്റ് സീക്വൻസ്. ഇപ്പൊ അഞ്ജലി എല്ലാവരും അങ്ങോട്ട് മാറി എടുത്തിട്ട് അടിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ഒരു ദാക്ഷിണ്യൊന്നുമില്ല, എല്ലാവരും എടുത്തിട്ട് അടിക്കണം. അപ്പൊ എന്നെ സംബന്ധിച്ച്
എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇത് മിക്കവാറും എനിക്ക് സീരിയൽ കഴിഞ്ഞിറങ്ങി എനിക്ക് സീരിയൽ വാണിച്ചതാവും അല്ലേ? ആ ഒരു സാധനം അതല്ലേ ലേഡി സൂപ്പർ സ്റ്റാർ മതി ഇതിനുള്ള കാശ് പിന്നെ തരാം. തിരിച്ചിങ്ങോട്ട് പറയണം അല്ലേ? കോഴി എന്ന് പറഞ്ഞ പോലെ വേറെ എന്തോരം നല്ല കാര്യങ്ങൾ പറയാറുണ്ട്. ഞാൻ പറയുമ്പോ കോഴി, ഞാൻ അയൽലേഡി. നമ്മളോട് പൊക്കുക അവിടെ ഗൾത്തുക. അപ്പൊ ആ ഒരു എപ്പിസോഡ് കാണണം എന്ന് ഭയങ്കര ആഗ്രഹം. കാരണം ഞങ്ങൾ എല്ലാവരും ഒരുപോലെ എഫേർട്ട് ഇട്ട് ചെയ്തൊരു സംഭവം. കാരണം വലിയൊരു ഘോഷയാത്രയും അങ്ങനെയൊക്കെ വന്നിട്ടുള്ള സാധനം 2 ദിവസം ഷൂട്ട് ചെയ്തതാ. അപ്പൊ ഇവിടെ ഫൈറ്റ് സീക്വൻസ് ആണ്. കൗശിക്കിന് അർജുനായിട്ട് കാണാനുള്ളത് എന്താ? എന്റെയും ഫൈറ്റ് സീക്വൻസ് തന്നെയാണ്. ഞാനൊരു പാടത്ത് ചെന്നിട്ട് ഫസ്റ്റ് തന്നെ എന്റെ ഇന്റർ വരുന്ന തന്നെ പാടത്ത് തന്നെയാണ്. ഇതുപോലെ സ്റ്റണ്ട് പരിപാടിയാണോ? ഞങ്ങളുടെ പ്രോജക്റ്റില് കൂടുതലും അങ്ങനത്തെ സീക്വൻസ് ആണുള്ളത്. ഇത് ത്രില്ലർ ആണ്, ത്രില്ലർ കം റൊമാൻസ് ആണ്. ഒരു പഴയ ക്ലീഷ സീരിയൽ കണ്ണീർ പരിപാടികളൊന്നും ഇല്ല. കണ്ണീർ പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ എല്ലാം ഇപ്പൊ നമ്മുടെ റിയൽ ലൈഫിലാണെങ്കിൽ ഒരു സെന്റിമെന്റൽ സൈഡ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു സൈഡ് അത്രേ ഉള്ളൂ. അത് അഞ്ജലി ഫാമിലി റിലേറ്റഡ് ആയിട്ട് വരുമ്പോ കുറച്ച് ഇമോഷണൽ, അല്ല മറ്റേ കണ്ണീർ പരമ്പരയല്ല. ഇവിടെ ആക്ച്വലി കരാട്ടെ പിടിച്ചു നമ്മൾ ഫൈറ്റിലായിരുന്നു, നടന്നല്ലായിരുന്നു. നമ്മള് പ്രത്യേകിച്ച് ആ ഒരു അല്ലെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിപ്പോ ഇതിൽ ഫൈറ്റ് വരുന്നുണ്ടായിരിക്കും, കുറച്ച് റൊമാൻസ് വരുന്നുണ്ടായിരിക്കും, ഇപ്പൊ ക്യാരക്ടറായിട്ട് ഉൾക്കൊള്ളുന്നുണ്ടാവും. എവിടെയൊക്കെയോ നമ്മുടെ ഉള്ളില് നമ്മൾ കണ്ട സിനിമകളിലെ നായകന്മാരുടെയോ റെഫറൻസ് വന്ന് പറഞ്ഞോ? ഞാൻ പറഞ്ഞ പുതിയ ലാലേട്ടൻ, പഴയ ലാലേട്ടൻ്റെ ഒരു മാനറിസം, ആ ഒരു പണ്ട് ഗാഥേനെ വളയ്ക്കാൻ നടന്ന സെറ്റപ്പ് കയറി വരാറുണ്ട്. അതിമനിലെ ലാലേട്ടൻ മറ്റേ നിന്ന് ആ ഫോളോ ചെയ്യുന്ന പരിപാടികളും സംഭവങ്ങളും അതൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. പറയുമ്പോ ഓൾറെഡി ഒന്ന് തോളും ചെറിയത്. ഇവിടെയോ? എനിക്ക് മാണി ചേച്ചി തന്നെയാണ്. അത് ഇപ്പം ചേട്ടൻ പറഞ്ഞോണ്ടല്ല, അല്ലാതെ നമുക്ക് ആ ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ ക്യാരക്ടർ റെഫർ ചെയ്യാറുണ്ട്. അപ്പൊ എന്തായാലും ലാലേട്ടൻ എന്ന് പറഞ്ഞുള്ളതുകൊണ്ട് തന്നെ ലാലേട്ടന്റെ കുറെ കിടിലൻ അല്ലെ പ്രപ്പോസൽ പരിപാടികളുണ്ട്. പക്ഷെ ഏറ്റവും നമ്മള് മൈൻഡിൽ നിൽക്കുന്ന ഒരു 2 വരിയുണ്ട്. ഏതാ? അങ്കിലേ അതാണോ ഞാൻ പക്ഷെ ഉദ്ദേശിച്ച അതല്ല. ഞാനത് വന്ന് കഴിഞ്ഞിട്ട് അടുത്തോട്ട് വരാൻ വെച്ചിട്ടാ. ശരിക്കും കുറച്ചും കൂടി നമ്മൾ എപ്പോഴും പറയാറുള്ള സാധനം നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ അവരികളാണ് അല്ലെ. അപ്പൊ അതൊന്ന് വോയിസ് മോഡുലേഷനിൽ പറയാൻ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതേ കാലത്ത് എഴുന്നേറ്റ് മുന്തിരി വള്ളികൾ തളർത്തു വന്നു, മാതളം പൂത്തു വന്നു നോക്കാം, അവിടെ വെച്ച് ഞാൻ എന്റെ പ്രണയം നിനക്ക് തരാം. അത് പറയുമ്പോ ഇവിടുന്ന് വരണം, എങ്കിലേ എന്നോട് പറയില്ല. ഓക്കെ റെഡി. എനിക്ക് ലാലേട്ടൻ ഡയലോഗ് പറയാൻ നല്ല ഇഷ്ടമുള്ള ആളാണ് ആക്ച്വലി. ഇഷ്ടമൊക്കെയാണ്, അതേപോലെ ചെയ്യാനും ഇഷ്ടമാണ്. റീൽസ് ചെയ്യുമ്പോഴൊക്കെ വേണമെങ്കിൽ ലാലേട്ടൻ സ്റ്റൈൽ പിടിക്കാം, അല്ലെങ്കിൽ ശരിക്കും അർജുനായിട്ട് തന്നെ വേണമെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ വേണമെങ്കിൽ കൗശിക്കിലെ കൊഴുത്തരം വരാം. കുറച്ചുകൂടെ നല്ലത് അതമ്മ ജീവിച്ചാൽ മതിയല്ലോ. ഓക്കെ അതല്ല, ആ മുഖത്തോട് നോക്കുമ്പോ വരുന്നില്ല. ഇത് കാണുമ്പോ അതല്ല. ഓക്കെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതിരാവിലെ എണീറ്റ് മുന്തിരിവളികൾ തളർത്തുന്നു, മാതളം പൂത്തുന്നു നോക്കാം, അവിടെ വെച്ച് ഞാൻ എൻ്റെ ഹൃദയം കൈമാറാം. ബാക്കി പറ. ഇതാണ് പറഞ്ഞ ഡയലോഗ് പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല. ഇപ്പൊ പെട്ടെന്ന് പക്ഷെ അതിൽ വീണു. നമ്മൾ പാട്ടൊക്കെ കേട്ട് കൈയടിക്കുന്നു. അപ്പൊ വേണമെങ്കിൽ ചെയ്യാം, അതിനുള്ള പോലെ മറുപടി വേണമെങ്കിൽ കൊടുക്കാം അല്ലേ? അത് പറയുമ്പോ മറ്റേ സാധനം പിടിക്കാം, എങ്കിൽ എന്നോട് പറയില്ലേ ഇഷ്ടമുള്ള പറയാം. അത് സ്പോണ്ടേനിയസ് ആയിട്ട് വരണം കഴിക്കുന്നത്. അവിടെ സീരിയലിന്റെ എക്സ്പീരിയൻസ് വരണം. അപ്പൊ ഒന്നുകൂടെ പറയാം. അതെ, രസമുണ്ട്, ശരിക്കും രസമുണ്ട്. നല്ല വോയിസ് മോഡുലേഷൻ. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതിരാവിലെ എണീറ്റ് മുന്തിരിവള്ളികൾ തളർത്തു നോക്കും, മാതളം പൂത്തൊന്നു നോക്കും, അവിടെ വെച്ച് ഞാൻ എൻ്റെ ഹൃദയം കൈമാറുന്നു. ഇനിയും ബാക്കി പറയണം. എങ്കിലേ എന്നോട് പറ ഐ ലവ് യു. അയ്യേ, ഇതെന്താണ് ഐ ലവ് യു? സുഖമൊക്കെ വേണ്ടേ? ഇങ്ങനെ പറ, അങ്ങനെയല്ല. ഓക്കെ ഓക്കെ, എന്നെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു. പറ്റില്ല. അവിടെ ആള് പോയി. ആളഞ്ജലി ആളഞ്ജലി. ഇതാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ കൊഞ്ചിക്കഴിഞ്ഞ് അങ്ങോട്ട് നടക്കുന്നു. ആള് ചില അടി
ഇടി പിന്നെ ഇതൊക്കെയാണ്. ഇവിടെ ശരിക്കും ആക്ച്വലി ഇവിടെ കണ്ടത് ശരിക്കും അർജുനൻ അഞ്ജലി അല്ല, ആക്ച്വലി കൗശിക്കാണ് വന്നേന്നുള്ള സാധനം പറഞ്ഞാലും ഇവിടെ വന്നത് അഞ്ജലിയാണ്. അവിടെ അഞ്ജലി റിയലി കൗശിക്കില് വന്നു. യെസ്. പക്ഷേ ബ്രൂ നൈസ് വോയിസ് മോഡലായിരുന്നു സംഭവം. ഇതായിരുന്നു പെട്ടെന്ന് ക്യാപ്ചർ ചെയ്തു. പെട്ടെന്ന് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഈ റൊമാൻസും കോഴത്തൊക്കെ പെട്ടെന്ന് വരും. നേരെ മറിച്ച് ഇമോഷണൽ സീൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ശരിക്കും ഐ മീൻ ഇതുവരെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും ഇങ്ങനത്തെ റൊമാൻസോ അല്ലെങ്കിൽ കുറച്ചൊരു ഫൺ പരിപാടി ചെയ്യാൻ കുറച്ച് പേരുണ്ട്. പക്ഷെ ഇമോഷണലി ചെയ്യാൻ എന്നുള്ള രീതിയിലേക്ക് കുറച്ചുകൂടി ഈസി ആണ്. നേരെ തിരിച്ചാണോ വരിക? എങ്ങനെ എനിക്ക് നേരെ തിരിച്ചായിട്ടാണ് തോന്നുന്നത്. ഞാൻ എനിക്ക് കണ്ണീരൊന്നും വരേയില്ല. കണ്ണീര് വന്നാൽ തന്നെ എന്റെ എക്സ്പ്രഷൻ ഓപ്പോസിറ്റ് ആരായാലും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് അല്ല, അതാ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് പറയാം. പുള്ളി റൊമാൻസ് രസമായിട്ട് ചെയ്യും. എക്സ്പീരിയൻസ് ഉണ്ട്. അത് ജീവിതത്തിൽ പറിച്ചെടുത്ത ഏട് അല്ലേ? ചീന്തിയെടുത്ത് മിക്കത് കഴിഞ്ഞിട്ട് നാളെ എന്റെ 16 ഇതൊന്നും കഴിഞ്ഞോട്ടെ. നമ്മളിത് പറയുമ്പോഴേ പലപ്പോഴും നമ്മള് ഡയറക്ടറിന്റെ ഇതിൽ പിയോ നോക്കിയിട്ട് അത് ഓക്കെ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. പക്ഷെ ഞാൻ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടി സാറ്റിസ്ഫൈഡ് ആവുന്ന ചിലപ്പോൾ നമ്മൾ മോണിറ്റർ വന്ന് നോക്കുമ്പോഴായിരിക്കും. അപ്പൊ അല്ലെങ്കിൽ ലില്ലിപൂട്ടിലേക്ക് വന്ന് നോക്കുക. അപ്പൊ ഏതാ നിങ്ങൾക്ക് കുറച്ചുകൂടി സാറ്റിസ്ഫാക്ഷൻ? കാരണം ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല. ഞങ്ങള് സാറിന്റെ മുഖത്തോട്ട് ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞ് നോക്കും. സാർ ഓക്കെ ഓക്കെ ശരി എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ ആളപ്പം തന്നെ പറയും അങ്ങനെയല്ലടാ ഇതിങ്ങനെ. പക്ഷെ നമുക്ക് സജഷൻസ് അങ്ങോട്ട് പറയാൻ പറ്റും. അഞ്ജലിയുടെ ആണെങ്കിലും കുറെ സാധനങ്ങൾ പറയുമ്പോൾ നീ ഇവിടെ നിന്നിട്ട് പറ, സാർ കുറച്ച് നടന്ന് പറയട്ടെ, നീ പറഞ്ഞു നോക്ക്, കൈന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഓക്കെ അല്ലെങ്കിൽ അപ്പൊ പറയടേ വേണ്ട. എന്തായാലും വിശേഷങ്ങൾ സീരിയലാണ്. നിങ്ങൾ രണ്ടുപേരും ഞാൻ ഒരു സിനിമ സെറ്റിലോട്ട് സിനിമകളിലൂടെ കൊണ്ടുപോകാൻ പോവാണ്. ആ സിനിമ ക്യാരക്ടറോട് തരും. ആ ക്യാരക്ടർ നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള സാധനമാണ് പോകുന്നത്. യെസ്. അപ്പൊ എന്തായാലും നിന്ന് ഫസ്റ്റ് സിനിമ ഇതിഹാസയാണ്. ഇതിഹാസയിൽ അറിയാലോ, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ മാറി റിങ് കിട്ടി മാറിയെങ്കിൽ കൗശിക് പാർവതിയിൽ നിന്നും പാർവതി കൗശികിൽ നിന്നും എന്ത് അടിച്ചു മാറ്റും? കൗശിക്കിന്റെ ഞാൻ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ആണോ മാനറിസം ആണോ? ഒന്നില്ലെങ്കിൽ ആളുടെ ക്യാരക്ടറിനാവാം, അല്ലെങ്കിൽ ആൾക്ക് സ്വന്തമായിട്ടുള്ള സാധനമാവാം. ഓരോരുത്തരെടുക്കാൻ സമ്മതിക്കില്ല, ഞങ്ങൾ ലോക്കാണ്. എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ബോൾഡ് ആണ് ഭയങ്കരമായിട്ട്. ആ ഒരു ബോൾഡ്നെസ് എനിക്ക് ഇഷ്ടമാണ്, രസമുണ്ട്. പിന്നെ എന്ത് പറഞ്ഞാലും എടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അപ്പൊ നമ്മള് ഫണ്ണ് പറഞ്ഞാൽ അത് ഫണ്ണായിട്ട് തന്നെ എടുക്കും. സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ എടുക്കുന്നുണ്ട്. നമ്മള് ഇപ്പൊ പറയുന്ന കാര്യങ്ങള് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പുള്ളി മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു ക്യാരക്ടർ എനിക്ക് ഇഷ്ടമാണ്. കട്ടെടുക്കും. തിരിച്ചാണെങ്കിലോ? ണെങ്കിൽ ഞാൻ ബോൾഡ്നെസ് പറയാൻ വന്നതാണ്. ഇനി പറ്റില്ല. ഇന്നത്തെ പൊക്കി പറയല് കഴിഞ്ഞു കേട്ടോ. ഇനിയില്ല. അതെ അതെ, കോട്ട കഴിഞ്ഞു. കോട്ട കഴിഞ്ഞു കേക്കണ്ട. അങ്ങനെ പറയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ രണ്ടു രീതിക്കാവാം. ഒന്നില്ലെങ്കിൽ ഒന്നുമില്ല, ഇല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ പറയണെങ്കിൽ ഏത് ആദ്യം പറയണമെന്ന് ചിന്തിക്കാം. ഞാൻ എന്താ പറയാ, വർക്കിന്റെ ബേസ്ഡ് തന്നെ ആൾക്ക് ഒരു പ്രാവശ്യം ക്യാരക്ടർ എന്തെങ്കിലും സാറ് അതിനെ കുറിച്ചൊരു സീൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ക്യാച്ച് ചെയ്യും. അപ്പൊ തന്നെ ക്യാച്ച് ചെയ്തെന്ന് വെച്ചാൽ ആള് ഉദ്ദേശിക്കുന്ന സാധനം അതിവിടെ വരും. ഒരു അത്ര വല്ലപ്പോഴൊക്കെ ഒരു റീടേക്കും കാര്യങ്ങളൊക്കെ പുള്ളിക്കാർക്ക് വരാറുണ്ട്. ഞാനാണ് പിന്നെ ഈ റീടേക്ക് എടുത്ത് വെറുപ്പിക്കാറ്. അപ്പൊ ആ ഒരു കഴിവ് എക്സ്പീരിയൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോ ജന്മന കിട്ടിയ ഒരു അല്ലെങ്കിൽ സ്കിൽ എടുക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിഹാസം അങ്ങനെ. ഇനി നിങ്ങള് അന്യനായുമ്പോ സ്വാഭാവികമായിട്ട് അമ്പി അന്യൻ റെമോ വരുന്നുണ്ട്. ഓക്കെ, അന്യനാവാണെന്നുണ്ടെങ്കിൽ ഏത് സംഭവം എടുക്കും കൂടുതലും? റെമോ എന്നുള്ള ഉത്തരവ് ഇവിടുന്ന് വരിക. പക്ഷെ ഏതെടുക്കും? എനിക്ക് റെമോ പറയാൻ പറ്റില്ലല്ലോ. പറയാം, ഏത് വേണമെങ്കിലും എടുക്കാം. എടുക്കണമെങ്കിൽ ഏതെടുക്കാം? റെമോ തന്നെ. റെമോ ആണ്. ഓക്കെ, കുറച്ച് അമ്പി ആയിക്കോട്ടെ. അമ്പിയാണോ? ഇടയ്ക്കൊരു അമോൾ ബേബി ടച്ച് ഒക്കെ ഉണ്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പുള്ളിക്കാരൻ കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് സോഫ്റ്റ് ഹാർട്ടഡ് ആണെന്ന് തോന്നുന്നു. ആണോ? പുറമെ ഈ മറ്റേ ഇതാണോ പ്രശ്നങ്ങളും ഒന്നും അറിയിക്കാതെ വളർത്തിയ ബാല്യം അങ്ങനെ വല്ല പരിപാടി? അങ്ങനെയല്ല. ഇപ്പൊ ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ. അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഭയങ്കരമായിട്ട് ഫയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് ഡീൽ ചെയ്യാൻ അറിയാം, ചിരിച്ചുകൊണ്ട് ഡീൽ ചെയ്യാൻ അറിയാം. ആ ഒരു സംഭവം രസമുള്ളതാണ്. എല്ലാം ഡീൽ ചെയ്യുന്ന അടിപൊളി. ഞങ്ങള് തൃശ്ശൂരെ കഴിവാണ്. ചിലപ്പോ കഴിവ് കേടാവാറുണ്ട്. ടാലന്റഡ് ആവരുത്. മലയാളം മീഡിയയിലേക്ക് എടുത്താൽ മതി. ഓക്കെ, സോ 24 മൂവിയിലെ പോലെ വാച്ച് കിട്ടി, ടൈം ട്രാവൽ ചെയ്യാം. ടൈം ട്രാവൽ ചെയ്തിട്ട് എന്ത് ചെയ്യും? പുറകോട്ട് പോകും, മുന്നോട്ട് പോകും? പുറകോട്ട്. എന്നിട്ട് എന്ത് ചെയ്യും?
പുറകോട്ട് പോയിട്ട് കാര്യം എന്ത് ചെയ്യും? എന്ത് ചെയ്യും ചോദിച്ചാ എന്ത് പറയാൻ പറ്റാത്ത എന്ത് കാര്യം ഓക്കെ. അല്ല, പിറകോട്ട് പോയിട്ട് ഞങ്ങളുടെ സ്കൂൾ ടൈം കൊറോണ ടൈം ആയിരുന്നു. ഞാൻ ആ ഒരു ബാച്ചാ. അപ്പൊ ആ ടൈം അധികം പ്രായമില്ലാതെ അറിയിക്കാനുള്ള സൈക്കോളജി കോവിഡിലൊക്കെ സ്കൂളിലായിരുന്നു ഇതൊക്കെ. അതായത് 3 കൊല്ലം മുന്നേ. ഇപ്പൊ അടുത്ത സ്കൂളിലോ? ഈ സ്കൂൾ എന്ന് പറയുന്നത് നമ്മള് പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ മാറിട്ടോ സ്കൂളൊക്കെ കഴിഞ്ഞു. പ്ലസ് ടുവിലാണ് കോവിഡ് ടൈം. ആണോ? ചെറുതാ. കോവിഡ് കഴിഞ്ഞിട്ട് 5-6 കൊല്ലം. 18 കോവിഡ് 19. പക്ഷെ ഇവിടെ 20-ലായിരുന്നു. അല്ല 20 തൊട്ട് ഇതായിരുന്നു. 21 ഞങ്ങൾക്ക് ആ ഒരു പ്ലസ് ടു ലൈഫ് ഉണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പം അത് അങ്ങോട്ട് പോയിരുന്നെങ്കിൽ അങ്ങനത്തെ ലൈഫ് ആ ഒരു ലൈഫ്. കൊറോണ വേണ്ടെന്ന് വെക്കും. വിജയ് ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ലൈഫ് അത് ഒന്നും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഓരോ സാധനം ഉണ്ടല്ലോ ഒന്നും കൂടെ ആഡ് ചെയ്യാൻ. അതേപോലെ ശരിയായിട്ട് സംഭവം അങ്ങനത്തെ കാലം വരാതിരിക്കട്ടെ ഒരു കാലത്തും. പക്ഷെ ആ സമയത്ത് നമ്മള് ഈ പഴയ നാട് വിട്ടുപോയ കമ്പനികൾ എല്ലാവരും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറെ മിസ് ചെയ്ത നമ്മുടെ ഇപ്പൊ നമ്മുടെ ചൈൽഡ്ഹുഡ് ആണെങ്കിലും നമ്മുടെ സ്കൂൾ ലൈഫ്, കോളേജ് ലൈഫ് ഒന്നും ഞാൻ പറയത്തില്ല, കാരണം എനിക്ക് കോളേജ് ലൈഫ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഓൺലൈനാണ്, ഇഗ്നോയിലാണ് പഠിച്ചത്. അപ്പൊ എനിക്ക് ആ സ്കൂൾ ലൈഫ് മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോ നമ്മുടെ ലൈഫ് ലാസ്റ്റ് ചെയ്യുന്നവരെ നമുക്ക് ഓർത്തിരിക്കാൻ ആ ഒരു ബെസ്റ്റ് മൂമെന്റ്സ് ആയിരുന്നു. നമ്മൾ കുറെ റിയൽ ആയിരുന്നല്ലോ, കുറെ നല്ല ഫ്രണ്ട്സ്, നല്ല മനുഷ്യന്മാര്. അതിനുശേഷം ഈ മുതുക്കന്മാരെയൊക്കെ കണ്ടു അപമാനം കഴിഞ്ഞോട്ടോ. ഒരു ടൈം പീരീഡ് കിട്ടിയാൽ കൊള്ളാം. എവിടെ പോകും? പുറകോട്ട് പോകാന്ന് പറഞ്ഞു, പക്ഷെ എന്ത് ചെയ്യും? പുറകോട്ട് പോകണെങ്കിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആവാത്ത കാലം നമ്മുടെ നമ്മൾ പറയുന്നത് ഏകദേശം ഓരോ തരക്കാരം തോന്നുന്നത് അഡ്വാൻസ്ഡ് ആവാത്ത ഒരുപാട് ഫോണൊന്നും ഇല്ലാത്ത കുട്ടിക്കാലം ഉണ്ടാവില്ല. നമ്മള് പാടത്ത് കളിച്ച ആ ഒരു കാലത്ത് നല്ല പ്രായമുണ്ട്. കുട്ടിക്കാലത്ത് ക്രിക്കറ്റ് ഇപ്പോഴാണ് ഫോണിലോട്ട് മാറിയത്. പക്ഷെ ജെൻസി അല്ലല്ലോ. അല്ലല്ലോ നെറ്റ്സ് തന്നെയല്ലേ? ജെൻസി മാറുന്നുള്ളൂ. ഞങ്ങൾ 2K സ്റ്റാർട്ടിങ് ഇല്ല, അതൊക്കെ ഒരു വിട്ടതാ. 2004 കഴിഞ്ഞിട്ടാണ് തോന്നുന്നു ഈ ജെൻസി വരുന്നത്. അപ്പൊ പോയി പഴയ കാലഘട്ടം ഒന്നും അഡ്വാൻസ് ആവരുത്. നമ്മുടെ വീട്ടില് അടിച്ച് വീട്ടിൽ കൊണ്ടുപോകണം. 6 മണിയാകുമ്പോ വീട്ടിൽ നിന്ന് ആള് വരണം, കളിക്കുന്നിടത്തേക്കൊക്കെ വന്ന് അമ്പലത്തിൽ നിന്ന് പാട്ടാക്കണം, ഇപ്പുറത്തെ ബാങ്കാക്കണം, ആ ഒരു സെറ്റപ്പ് ചെയ്ത് വന്നിട്ട് അപ്പുറത്തെ വീട്ടിലൊക്കെ എനിക്ക് വെള്ളം കുടിച്ച ആ ഒരു കാലം. ഫൈനലി ചിട്ടിയെ പോലെ റോബോട്ടിന് കിട്ടി. എന്ത് ചെയ്യും? ചിട്ടിയെ പോലെ റോബോട്ട് കിട്ടിയോ? എന്റെ അസൈൻമെന്റ്സ് ഒക്കെ അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. എനിക്ക് വയ്യ. ഞാനിപ്പോ MBA ചെയ്യുവാണ്. ഞാനിപ്പോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതേ ഉള്ളൂ, ജോയിൻ ചെയ്തതേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഈ സ്കൂളിൽ നിന്ന് കോളേജ് ഇല്ലല്ലോ, ഓൺലൈൻ അല്ല. അപ്പൊ വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഈ പരിപാടികളൊക്കെ, പഠിത്തം പരിപാടികളൊക്കെ. എനിക്ക് അസൈൻമെന്റ്സ് എഴുതുന്ന കാര്യം പറ്റത്തേ ഇല്ല. അപ്പൊ അതിനെ വല്ല റോബോട്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ചിട്ടി റോബോട്ടിനെ ഇപ്പൊ കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ പഠിക്കണ സമയത്ത് കിട്ടിങ്ങ ഈ പറഞ്ഞ പോലെ ആ ഇതില് കാണിക്കുന്ന പോലെ തന്നെ പഠിപ്പിച്ച് അന്ന് ഞാൻ ഉഴപ്പനായിരുന്നു. നമ്മള് പഠിക്കുമ്പോഴും നല്ല ഉഴപ്പനൊക്കെ ആയിരുന്നു ജീവിതത്തില്. അപ്പൊ അന്ന് കിട്ടിയ ഒരു ഉപകാരമായിരുന്നു എക്സാം ഒക്കെ എഴുതാനും. പിന്നെ അത് ശീലമായി. എന്തുകൊണ്ട് അഡ്വക്കേറ്റ് അഞ്ജലി കാണണം ഒറ്റ വാക്കിൽ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം? എന്തുകൊണ്ട് കാണണം? അഡ്വക്കേറ്റ് അഞ്ജലി എന്ന് പറയുന്ന ഒരു സീരിയൽ സമൂഹത്തിന് ഒത്തിരി മെസ്സേജസ് കൊടുക്കുന്ന ഒരു സീരിയലാണ്. അപ്പം ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സർവൈവറിന്റെ സ്റ്റോറിയാണ്, ഒരു ഫൈറ്ററിന്റെ സ്റ്റോറിയാണ്. ആ സീരിയൽ കാണുമ്പോൾ കാണുന്ന ആൾക്കാർക്ക് ഒരു എന്തായാലും ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ എന്നൊരു കോൺസെപ്റ്റ് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ പ്രതികരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്കും ഇന്ന സ്ഥലത്ത് ഇന്ന വോയിസ് ഉയർത്താം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആരെങ്കിലും ഒരാളെങ്കിലും ചിന്തിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് വിശ്വാസമാണ്. അതുകൊണ്ട് അതാണ് ഞങ്ങൾ മെയിനായിട്ട് പറയുന്ന കാര്യം. പിന്നെ ഫാമിലി ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അപ്പം എന്തായാലും ഇതുപോലെ നെഞ്ചിലേറ്റിയ കുറേയേറെ കഥാപാത്രങ്ങളുണ്ട് മലയാളത്തിൽ. പാലിസ്റ്റിലേക്ക് നിങ്ങൾ കൂടി വരട്ടെ. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇപ്പൊ ഞാൻ ബേസിൽ